ഹായ്, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് PSC ബുള്ളറ്റിനിലെ കറണ്ട് അഫെയേഴ്സാണ്. 2024 കറണ്ട് അഫെയേഴ്സാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ, P. വത്സലയുടെ നെല്ല് എന്ന നോവലിലെ ജീവിച്ചിരുന്ന കഥാപാത്രം അടുത്തിടെ അന്തരിച്ചു. അവരുടെ പേരാണ് കുറുമാട്ടി. നെക്സ്റ്റ്, ജാതി വ്യവസ്ഥയ്ക്കെതിരെ പോരാടി രക്തസാക്ഷിത്വം വരിച്ച ഏത് നവോത്ഥാന നായകൻ്റെ 150ാമത് രക്തസാക്ഷിത്വ ദിനമാണ് 2024 ജനുവരിയിൽ ആചരിച്ചത്? ഏതാണ്? ആറാട്ടുപുഴ വേലായുധ പണിക്കർ. 2024 ജനുവരി 16 100ാം ചരമവാർഷികം ആചരിക്കുന്ന മലയാള കവി കുമാരനാശാൻ. നെക്സ്റ്റ്, സ്മാർട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് എന്നാണ്? 2024 ജനുവരി 1. സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല? സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ലയാണ് കൊല്ലം. ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭ കൊട്ടാരക്കര. അപ്പോൾ ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭയാണ് കൊട്ടാരക്കര. കൊട്ടാരക്കര സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ലയിലാണ്. സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് മലയൻകീഴ്. തിരുവനന്തപുരം ജില്ലയിലെ മലയൻകീഴ്. നെക്സ്റ്റ്, കേരളത്തിലെ ആദ്യ ദീപാലംകൃത പാലം എവിടെയാണ്? കേരളത്തിലെ ആദ്യ ദീപാലംകൃത പാലം ഫറോക്ക്. രാജ്യാന്തര AI ഉച്ചകോടിക്ക് വേദിയാകുന്ന കേരളത്തിലെ നഗരം? രാജ്യാന്തര AI ഉച്ചകോടിക്ക് വേദിയാകുന്ന കേരളത്തിലെ നഗരം കൊച്ചി. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച കവിയും നിരൂപകനുമായ NK ദേശത്തിൻ്റെ ശരിയായ പേര് N. കുട്ടിക്കൃഷ്ണപിള്ള. G. ശങ്കരക്കുറുപ്പിൻ്റെ പേരിലുള്ള മഹാകവി G. സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മറൈൻ ഡ്രൈവ്. കൊച്ചിയിലെ മറൈൻ ഡ്രൈവിലാണ് G. ശങ്കരക്കുറുപ്പിൻ്റെ പേരിലുള്ള മഹാകവി G. സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ്, 3 ലക്ഷം കുടുംബശ്രീ അംഗങ്ങൾക്ക് ഉപജീവനം ഒരുക്കി സാമ്പത്തിക സുസ്ഥിരത ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആരംഭിക്കുന്ന പദ്ധതിയാണ് K-ലിഫ്റ്റ് 24. അതായത് കുടുംബശ്രീ ലൈവ്ലിഹുഡ് ഇനീഷ്യേറ്റീവ് ഫോർ ട്രാൻസ്ഫോർമേഷൻ. അതാണ് K-ലിഫ്റ്റിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. കുടുംബശ്രീ ലൈവ്ലിഹുഡ് ഇനീഷ്യേറ്റീവ് ഫോർ ട്രാൻസ്ഫർമേഷൻ. നെക്സ്റ്റ്, ഇന്ത്യയിലെ മികച്ച ടൂറിസം വില്ലേജിനുള്ള ഗോൾഡൻ വില്ലേജ് പുരസ്കാരം നേടിയ കാന്തല്ലൂർ പഞ്ചായത്തിൻ്റെ ബ്രാൻഡ് അംബാസഡർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ജിതേഷ് ജി. ഇന്ത്യയിലെ മികച്ച ടൂറിസം വില്ലേജിനുള്ള ഗോൾഡൻ വില്ലേജ് പുരസ്കാരം നേടിയ കാന്തല്ലൂർ പഞ്ചായത്തിൻ്റെ ബ്രാൻഡ് അംബാസഡറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജിതേഷ് ജി. വരയരങ്ങ് എന്ന കലാരൂപത്തിൻ്റെ ആവിഷ്കർത്താവാണ് ജിതേഷ് ജി. അപ്പോൾ ഇന്ത്യയിലെ മികച്ച ടൂറിസം വില്ലേജിനുള്ള ഗോൾഡൻ വില്ലേജ് പുരസ്കാരം നേടിയതാരാണ്? പഞ്ചായത്താണ് കാന്തല്ലൂർ. ബ്രാൻഡ് അംബാസഡറാണ് ജിതേഷ് ജി. അടുത്തത്, ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽ തീരങ്ങൾക്ക് ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെൻറ്റ് എഡ്യൂക്കേഷൻ ഡെൻമാർക്ക് നൽകുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ കടൽ തീരം കാപ്പാട്. കാപ്പാട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കോഴിക്കോട് ജില്ലയിലാണ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽ തീരങ്ങൾക്ക് ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെൻറ്റ് എഡ്യൂക്കേഷൻ ഡെൻമാർക്ക് നൽകുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ കടൽ തീരമാണ് കാപ്പാട്. അടുത്തത്, കേരള കലാമണ്ഡലത്തിൽ നിന്നുള്ള PG വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച മ്യൂസിക് ബാൻഡ് അരകവ്യൂഹം. കേരള കലാമണ്ഡലത്തിൽ നിന്നുള്ള PG വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച മ്യൂസിക് ബാൻഡാണ് അരകവ്യൂഹം. 36ാമത് കേരള ശാസ്ത്ര കോൺഗ്രസ്സിന് വേദിയാകുന്നത് കാസർഗോഡ്. നെക്സ്റ്റ്, കേരളത്തിലെ ആദ്യ സൗജന്യ വൈഫൈ പാർക്ക് മാനാഞ്ചിറ സ്ക്വയർ. മാനാഞ്ചിറ സ്ക്വയർ എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലാണ്. ഇനി നെക്സ്റ്റ്, ഡിമെൻഷ്യ സൗഹൃദ കേരളം സാക്ഷാത്കരിക്കുന്നതിനായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി സാമൂഹ്യ നീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് ഓർമ്മത്തോണി.
അപ്പോൾ ഡിമെൻഷ്യ എന്ന് പറയുമ്പോൾ തന്നെ ഓർമ്മയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഓർമ്മത്തോണി അങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. ആദിവാസി ജനതയ്ക്ക് ആരോഗ്യ സേവനങ്ങൾ നേരിട്ടെത്തിക്കുക എന്ന ലക്ഷ്യവുമായി സംസ്ഥാന വനം വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്നേഹഹസ്തം. ആദിവാസി ജനതയ്ക്ക് ആരോഗ്യ സേവനങ്ങൾ നേരിട്ടെത്തിക്കുക എന്ന ലക്ഷ്യവുമായി സംസ്ഥാന വനം വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്നേഹഹസ്തം. ഇനി നെക്സ്റ്റ്, ഇടുക്കിയിലെ കുളമാവിൽ നിന്ന് ഗവേഷകർ കണ്ടെത്തിയ പുതിയ സ്പീഷീസ് ഓന്താണ് വടക്കൻ കങ്കാരു ഓന്ത്. അതിൻ്റെ ശാസ്ത്രീയ നാമമാണ് അഗസ്ത്യഗാമ എഡ്ജ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മുനിസിഫ് മജിസ്ട്രേറ്റ് മുതൽ സബ് ജഡ്ജി വരെയുള്ളവർ ഇനി മുതൽ ഏത് ഔദ്യോഗിക സ്ഥാനപ്പേരിലാണ് അറിയപ്പെടുക? സിവിൽ ജഡ്ജി. മുനിസിഫ് മജിസ്ട്രേറ്റ് മുതൽ സബ് ജഡ്ജി വരെയുള്ളവർ അപ്പോൾ ഏത് സ്ഥാനപ്പേരിലാണ് അറിയപ്പെടുക? സിവിൽ ജഡ്ജി. ഇനി ഇൻ്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഓഫ് കേരള 2024 വേദി തൃശ്ശൂർ. കേരള നവോത്ഥാന ചരിത്രത്തിൽ നാഴികക്കല്ലായി മാറിയ ഏത് ചരിത്ര സംഭവത്തിൻ്റെ 100ാം വാർഷികമാണ് 2024 ആഘോഷിച്ചത്? ഏതാണ്? വൈക്കം സത്യാഗ്രഹം. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കേരളത്തിലെ പുതുക്കിയ വേതനം 346 രൂപ. ഈ അടുത്ത് തന്നെ അയ്യങ്കാളി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെയും വേതനം മാറ്റിയിട്ടുണ്ട്. അതും 346 രൂപ തന്നെയാണ്. ഇനി 2023 കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആഭ്യന്തര സഞ്ചാരികൾ സന്ദർശിച്ച ജില്ല എറണാകുളം. 700-ലേറെ വർഷം പഴക്കം കണക്കാക്കുന്ന വട്ടെഴുത്ത് കണ്ടെത്തിയ പാലക്കാട് ജില്ലയിലെ ക്ഷേത്രം ചിറ്റടി മണ്ണൂർ ഭഗവതി ക്ഷേത്രം. നെക്സ്റ്റ്, മൊത്ത ജില്ലാ മൂല്യവർദ്ധിത അടിസ്ഥാനത്തിൽ പ്രതിശീർഷ വരുമാനം രേഖപ്പെടുത്തുന്ന കേരളത്തിലെ ആദ്യ ജില്ല എറണാകുളം. ഇനി അടുത്തത്, കേന്ദ്രമന്ത്രിയായ ആദ്യ മലയാളി വനിത എന്ന ബഹുമതിക്കർഹയായ ആരുടെ 125ാമത് ജന്മവാർഷികമാണ് 2024 മാർച്ച് 27 ആഘോഷിച്ചത്? ലക്ഷ്മി എൻ മേനോൻ. പൊതുജനങ്ങൾക്ക് പരാതികൾ ജില്ലാ കളക്ടർക്ക് നേരിട്ട് നൽകുന്നതിനു വേണ്ടി IT മിഷൻ ഒരുക്കിയ ഓൺലൈൻ സംവിധാനം DC കണക്റ്റ്. പൊതുജനങ്ങൾക്ക് പരാതികൾ ജില്ലാ കളക്ടർക്ക് നേരിട്ട് നൽകുന്നതിനു വേണ്ടി IT മിഷൻ ഒരുക്കിയ ഓൺലൈൻ സംവിധാനമാണ് DC കണക്റ്റ്. മയക്കുമരുന്ന് കച്ചവടവും ഉപഭോഗവും തടയാൻ സംസ്ഥാന വ്യാപകമായി പോലീസ് നടത്തുന്ന പരിശോധനയാണ് ഓപ്പറേഷൻ ഡി ഹണ്ട്. അടുത്ത ചോദ്യം, അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയും സംസ്കാരവും പഠിപ്പിക്കാനായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന സാക്ഷരതാ മിഷൻ വഴി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ചങ്ങാതി. അടുത്തത്, വയോജന സൗഹൃദ അന്തരീക്ഷം ഒരുക്കുന്നതിനും വയോജനങ്ങളുടെ മാനസികാരോഗ്യം ഉറപ്പുവരുത്തുന്നതിനുമായി കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മധുരം. നെക്സ്റ്റ്, പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ നിയമസഭയാണ് കേരളം. സംസ്ഥാനത്തെ ആരോഗ്യ പ്രവർത്തകരുടെയും രോഗികളുടെയും ആശുപത്രികളുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കാനുള്ള കോഡ് ഗ്രേ പ്രോട്ടോകോൾ പുറത്തിറക്കിയ ആദ്യ സംസ്ഥാനം കേരളം. ഇന്ത്യയിലെ ആദ്യ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം നിലവിൽ വരുന്നത് കോഴിക്കോട്. ഇനി നെക്സ്റ്റ്, 2024 ഏത് നവോത്ഥാന നായകൻ്റെ സമാധിയുടെ ശതാബ്ദി ദിനാചരണത്തോടനുബന്ധിച്ചാണ് വള്ളിക്കുന്നത്ത് പ്രതിമ സ്ഥാപിച്ചത്? വള്ളിക്കുന്നത്ത് ഏത് ജില്ലയിലാണ്? ആലപ്പുഴ ജില്ലയിലാണ്. അപ്പോൾ ഏത് നവോത്ഥാന നായകൻ്റെ സമാധിയുടെ ശതാബ്ദി ദിനാചരണത്തോടനുബന്ധിച്ചാണ് വള്ളിക്കുന്നത്ത് പ്രതിമ സ്ഥാപിച്ചത്? ചട്ടമ്പി സ്വാമികൾ. സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം കേരളം. അതുപോലെ തന്നെ പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ച ആദ്യ സംസ്ഥാനം കേരളം തന്നെയാണ്. 2024 മാർച്ചിൽ ആദ്യമായി എറണാകുളം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്ത
അപൂർവ രോഗമായ ലൈം രോഗത്തിന് കാരണമായ ബാക്ടീരിയ ബൊറേലിയ ബർഗ് ഡോർഫെറി. കേരളത്തിലെ ആദ്യ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലം തളിപ്പറമ്പ്. ഇത് എഡ്യൂക്കേഷണൽ ആൻഡ് ഡിജിറ്റൽ അവയർനെസ് മിഷൻ ഈ പദ്ധതിയിലൂടെയാണ് സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ചത്. ഏത് മണ്ഡലമാണ്? തളിപ്പറമ്പ്. തളിപ്പറമ്പ് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ്. മലയാളിയായ മനോജ് ചാക്കോയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച വിമാന കമ്പനിയാണ് ഫ്ലൈ 91. മനുഷ്യ വന്യജീവി സംഘർഷം പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിക്കുന്ന ആദ്യ സംസ്ഥാനം കേരളം. ജലാഭിവൃദ്ധി പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുത്ത 6 നദികളിൽ കേരളത്തിൽ നിന്നുള്ള നദിയാണ് പെരിയാർ. അടുത്തത്, ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേഷ്യയിലെ ആദ്യ നഗരം കൊച്ചി. ഇന്ത്യയിലെ ഗണിതശാസ്ത്രജ്ഞനായ സംഗമഗ്രാമ മാധവൻ്റെ പേരിൽ ഗണിതശാസ്ത്ര പഠന കേന്ദ്രം സ്ഥാപിക്കുന്നത് ഇരിങ്ങാലക്കുടയിലാണ്. ഇരിങ്ങാലക്കുടയിൽ കല്ലേറ്റുങ്കര എന്ന സ്ഥലത്താണ്. ഇനി അടുത്തത്, സംസ്ഥാനത്ത് ശൈശവ വിവാഹം നടത്തുന്നത് തടയുന്നതിനായുള്ള പദ്ധതിയാണ് പൊൻവാക്ക്. ഒരുപാട് പി എസ് സിയിൽ വന്ന ക്വസ്റ്റ്യനാണ് ഈ പൊൻവാക്ക് എന്ന പദ്ധതി. നെക്സ്റ്റ്, വയനാട് പഞ്ചായത്തിൻ്റെയും ജില്ലാ ജൈവ വൈവിധ്യ പരിപാലന സമിതിയുടെയും നേതൃത്വത്തിൽ നടത്തിയ കാലാവസ്ഥാ ഉച്ചകോടിയാണ് ജാത്തിരെ. ഇനി രാജ്യത്ത് ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ തുല്യതാ റിപ്പോർട്ട് പുറത്തിറക്കിയ ആദ്യ ജില്ല വയനാട്. 2024 അന്തരിച്ച ഉണ്ണി ആറന്മുള ഏത് മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? സിനിമാ സംവിധായകൻ. മുഴുവനായ പേര് KR ഉണ്ണികൃഷ്ണൻ നായർ. 2024 ഏപ്രിൽ അന്തരിച്ച മലയാളത്തിലെ പ്രശസ്ത സംഗീതജ്ഞനാണ് KG ജയൻ. അടുത്തത്, ഏഷ്യൻ ടെലികോം അവാർഡ് 2024 ഇൻഫ്രാസ്ട്രക്ചർ ഇനീഷ്യേറ്റീവ് ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയ കേരളത്തിൻ്റെ പദ്ധതിയാണ് K-FON. ഏഷ്യൻ ടെലികോം അവാർഡ് 2024 ഇൻഫ്രാസ്ട്രക്ചർ ഇനീഷ്യേറ്റീവ് ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയ കേരളത്തിൻ്റെ പദ്ധതിയാണ് K-FON. അതിൻ്റെ മുഴുവൻ പേര് കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് ലിമിറ്റഡ്. ഇനി, കളിസ്ഥലമില്ലാത്ത വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടണമെന്ന് അഭിപ്രായപ്പെട്ട ഹൈക്കോടതിയാണ് കേരള ഹൈക്കോടതി. കേരളത്തിൽ ആദ്യമായി പരീക്ഷണ ഓട്ടം നടത്തിയ ഡബിൾ ഡക്കർ ട്രെയിനാണ് ഉദയ് ഡബിൾ ഡക്കർ ട്രെയിൻ. പരീക്ഷണ ഓട്ടം നടത്തിയത് പൊള്ളാച്ചി പാലക്കാട് റൂട്ടിലാണ്. അടുത്തത്, പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ ക്നെമാസ്പിസ് വാൻഗോഗി ഏത് ഇനത്തിൽപ്പെട്ട ജീവിയാണ്? പല്ലി. അടുത്ത ചോദ്യം, 2024 അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവലിൻ്റെ വേദി വർക്കല. അതെന്നായിരുന്നു? 29 മുതൽ 31 മാർച്ച് 2024 നടന്നത്. കേരളത്തിൽ വലിയ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും ഈടാക്കുന്ന ആഡംബര നികുതി ഇനി മുതൽ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? അധിക നികുതി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇനി നെക്സ്റ്റ്, കേരളത്തിൽ തുമ്പികളുടെ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള സംരക്ഷിത മേഖല ഏതാണ്? ശെന്തുരുണി. അപ്പോൾ കേരളത്തിൽ തുമ്പികളുടെ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള സംരക്ഷിത മേഖല ശെന്തുരുണിയാണ്. 2ാം സ്ഥാനമാണ് സൈലന്റ് വാലി. ഇനി, പഠന നിലവാരത്തിൽ പിന്നിലുള്ള കുട്ടികൾക്ക് വീടുകളിലെത്തി പഠന പിന്തുണ ഉറപ്പാക്കാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ് വീട്ടുമുറ്റത്തെ വിദ്യാലയം. അടുത്തത്, ഫോബ്സ് മാസികയുടെ ആഗോള അതിസമ്പന്ന പട്ടികയിൽ ചരിത്രത്തിലാദ്യമായി ഇടം നേടിയ മലയാളി വനിതയാണ് സാറ ജോർജ് മുത്തൂറ്റ്. മലയാളികളിൽ 1ാമത് MA യൂസഫലി. അന്താരാഷ്ട്ര കപ്പലുകൾക്ക് സർവീസ് നടത്താനുള്ള ഇൻ്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ നിർദ്ദേശിക്കുന്ന ISPS, അതായത് ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി കോഡ് അംഗീകാരം ലഭിച്ച കേരളത്തിലെ തുറമുഖമാണ്
വിഴിഞ്ഞം തുറമുഖം. ഇനി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ ലൊക്കേഷൻ കോഡ് INTRV01. IN എന്ന് പറയുന്നത് ഇന്ത്യ, TRV തിരുവനന്തപുരം ജില്ല. അപ്പോൾ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ ലൊക്കേഷൻ കോഡാണ് INTRV01. അപ്പോൾ അന്താരാഷ്ട്ര കപ്പലുകൾക്ക് സർവീസ് നടത്താനുള്ള ഇൻ്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ നിർദ്ദേശിക്കുന്ന ISPS അംഗീകാരം ലഭിച്ച കേരളത്തിലെ തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം. ഇനി അടുത്തത്, ശംഖുമുഖം കടൽ തീരത്ത് മുട്ടയിടാനെത്തിയ വംശനാശ ഭീഷണി നേരിടുന്ന കടലാമയാണ് ഒലീവ് റിഡ്ലി കടലാമ. ഇന്ത്യയിൽ ആദ്യമായി തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയറിൽ പ്രവർത്തിക്കുന്ന തുറമുഖ നാവിഗേഷൻ സെൻറ്റർ സ്ഥാപിക്കപ്പെടുന്നത് വിഴിഞ്ഞത്താണ്. മദ്രാസ് IIT വികസിപ്പിച്ച സോഫ്റ്റ്വെയറിൽ. ദ്രാവിഡ ഭാഷകൾക്കായി തയ്യാറാക്കിയ ഓൺലൈൻ നിഘണ്ടുവാണ് സമം. ഞാറ്റ്യേല ശ്രീധരൻ്റെ ദ്രാവിഡ ഭാഷാ പദപരിചയത്തിൻ്റെ ഓൺലൈൻ രൂപമാണിത്. അപ്പോൾ ദ്രാവിഡ ഭാഷകൾക്കായി തയ്യാറാക്കിയ ഓൺലൈൻ നിഘണ്ടുവിൻ്റെ പേരാണ് സമം. ഫോബ്സ് പുറത്തിറക്കിയ 2024 ലോകത്തിലെ മികച്ച ബാങ്കുകളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള ഏക റീജിയണൽ റൂറൽ ബാങ്കാണ് കേരള ഗ്രാമീൺ ബാങ്ക്. ഇന്ത്യയിലെ 18ാമത്തെ മികച്ച ബാങ്കാണ് കേരള ഗ്രാമീൺ ബാങ്ക്. ആക്രി കച്ചവടത്തിൻ്റെ മറവിൽ നടക്കുന്ന കോടികളുടെ നികുതി വെട്ടിപ്പ് കണ്ടെത്താൻ സംസ്ഥാന GST വകുപ്പ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ പാം ട്രീ. കുട്ടികളുടെ നൂതന സംരംഭ ആശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് മൈൻഡ് ബ്ലോവേഴ്സ്. പാലിയേറ്റീവ് കെയർ നയം പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് കേരളം. പാലിയേറ്റീവ് കെയർ നയം പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളം. രജിസ്ട്രേഷൻ ഇടപാടുകൾക്ക് സ്റ്റാമ്പ് നിർബന്ധമാക്കിയ സംസ്ഥാനമാണ് കേരളം. ചട്ടമ്പി സ്വാമികളുടെ 100ാം സമാധി വാർഷികത്തോടനുബന്ധിച്ച് ചട്ടമ്പി സ്വാമികളുടെ പ്രതിമ സ്ഥാപിച്ചത് ശ്രീകണ്ഠേശ്വരം ചട്ടമ്പി സ്വാമി പാർക്ക്. അതെവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഭാഷാ സാഹിത്യ സാംസ്കാരിക മ്യൂസിയമാണ് അക്ഷരം മ്യൂസിയം. അത് സ്ഥിതി ചെയ്യുന്നത് കോട്ടയത്തെ നാട്ടകം എന്ന സ്ഥലത്താണ്. അടുത്തിടെ ഹാബ്രോസിസ്റ്റം സഹ്യാദ്രി, ഇരുര ശെന്തുരുണി എന്നീ ചിലന്തികളെ കണ്ടെത്തിയ കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് ശെന്തുരുണി വന്യജീവി സങ്കേതം. അടുത്തിടെ ഹാബ്രോസിസ്റ്റം സഹ്യാദ്രി, ഇരുര ശെന്തുരുണി എന്നീ ചിലന്തികളെ കണ്ടെത്തിയ കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് ശെന്തുരുണി വന്യജീവി സങ്കേതം. ഓക്കെ, താങ്ക് യു.